ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇനി നമുക്ക് അക്കൗണ്ടൻസിയിൽ അടുത്തതായി എടുക്കാനുള്ള ടോപ്പിക്ക് ട്രയൽ ബാലൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ എടുത്ത് നിർത്തിയത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അത് അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രയൽ ബാലൻസ് ആണ്. അപ്പോൾ എന്താണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ പഠിച്ചു നിർത്തിയ കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. നമ്മൾ അക്കൗണ്ടൻസിയിൽ ആദ്യം ജേണൽ പഠിച്ചു അല്ലേ. നമ്മൾ ഒരു അക്കൗണ്ടിങ് വർക്ക് ഒരു അക്കൗണ്ടൻറ്റ് തുടങ്ങുന്നത് ജേണലിലാണ് എന്ന് പറഞ്ഞു. ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി ആണ് ജേണൽ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നായിരുന്നു. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറയുന്നത്. അപ്പോഴാണ് നമുക്കൊരു ട്രയൽ ബാലൻസിന് ഒരു ഓപ്പണിങ് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ട്രാൻസാക്ഷൻസ് കാണുന്നുണ്ടാവും അല്ലേ. അങ്ങനെ ഇത്രയും ട്രാൻസാക്ഷൻസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ ജേണൽ എൻട്രീസ് ആക്കി മാറ്റാം. നമ്മളൊക്കെ പഠിച്ചതാണ്. അപ്പോൾ നോക്കി നോക്കൂ, ഇവിടെ കുറേ ട്രാൻസാക്ഷൻസ് കാണാനുണ്ട്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ഇവിടെ ഓൾറെഡി ക്യാപിറ്റൽ 15,000 തന്നിട്ടുണ്ട്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, സോൾഡ് ടു ഗോപാൽ ഗുഡ്സ്, ബോട്ട് ഗുഡ്സ് ഫ്രം രവി. അപ്പോൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷനൊക്കെ നമുക്ക് ജേണലാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ കഴിയും. ഇപ്പോൾ ക്യാപിറ്റൽ ആണെങ്കിൽ ഫസ്റ്റ് എന്ത് വരും, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണെങ്കിൽ എന്ത് വരും, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അതേപോലെ സെയിൽസ് ആണെങ്കിൽ ഗോപാൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. പിന്നെ രവിയുടെ നിന്ന് കടത്തിന് സാധനം മേടിച്ചിട്ടാണ്, അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രവി. അങ്ങനെ ഇതുപോലെ ഏതൊരു ട്രാൻസാക്ഷൻ തന്നാലും നമുക്ക് അതിനെ ജേണൽ എൻട്രീസ് ആക്കി മാറ്റി എഴുതാൻ നമുക്കറിയാം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അങ്ങനെ ഒരു ജേണൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണ്, സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മുടെ ലെഡ്ജർ. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പാണ് ഏത് വരിക, ലെഡ്ജർ. അപ്പോൾ ജേണൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജേണൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ടോട്ടൽ സെയിലുണ്ട്, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ട്, ടോട്ടൽ പർച്ചേസ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ രവി പറഞ്ഞ ആളുകൾക്ക് എത്ര കൊടുക്കാണ്ട്, അങ്ങനെ വേറെ വല്ല ആരെങ്കിലും ഇതിന് തരാണ്ട് എത്ര തരാണ്ടെന്നൊന്നും ഈ ജേണൽ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യില്ല, കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ ഒന്ന് സമ്മറൈസ്ഡ് ഫോമൊക്കെ ആക്കാൻ വേണ്ടി എല്ലാ അക്കൗണ്ട്സിനും നമ്മളൊന്ന് എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെ നമ്മൾ എന്ന് പറയാം, ലെഡ്ജർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ കുറേ ട്രാൻസാക്ഷനാണ് അക്കൗണ്ടൻറ്റിൻ്റെ കയ്യിലുണ്ടാവുക. അക്കൗണ്ടൻറ്റ് അതിനെ ആദ്യം എന്താക്കി മാറ്റും, ജേണലാക്കി മാറ്റും. ആ ജേണൽ നോക്കിയിട്ടാണ് അയാൾ എന്ത് എഴുതുക, ലെഡ്ജർ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ജേണൽ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ലെഡ്ജർ ഉണ്ടാക്കാമെന്നറിയാം. അവിടുത്തെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റലാണ്. ഇവിടെ ക്യാഷും ഉണ്ട് ക്യാപിറ്റലും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് അക്കൗണ്ട് വരക്കേണ്ടി വരും. ഏതൊക്കെ അക്കൗണ്ട് വരക്കണം, ക്യാഷ് അക്കൗണ്ടും വരക്കണം, ക്യാപിറ്റൽ അക്കൗണ്ടും വരക്കണം. നമുക്കറിയാലോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ ഏത് സൈഡിൽ എഴുതേണ്ടി വരും, ഡെബിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ ഇതാണ് ഡെബിറ്റ് സൈഡ് എന്നും ഇതാണ് ക്രെഡിറ്റ് സൈഡ് എന്നൊക്കെ നമുക്കറിയാലോ അല്ലേ. ഡെബിറ്റ് സൈഡിൽ 4 കോളം ഉണ്ടാവും, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ 4 കോളം, ഡേറ്റ്, പർട്ടിക്കുലർ, JF, എമൗണ്ട്. ലെഡ്ജറിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ജേണൽ എൻട്രി എന്നാൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ എന്നും റെക്കോർഡ് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് എന്നും റെക്കോർഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ ഏത് സൈഡിൽ എഴുതേണ്ടത്, ഡെബിറ്റ് സൈഡിൽ. ക്യാഷ് ഡെബിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ എന്ന് എഴുതും. ക്യാപിറ്റൽ ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എന്ന് എഴുതും, ക്യാഷ് എന്ന് എഴുതും. കണ്ടോ, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ്, ആ എമൗണ്ട് എഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഏതാണ്, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ പർച്ചേസ് അക്കൗണ്ടും വരണം, ക്യാഷ് അക്കൗണ്ടും വരണം. ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇനി പറയണ്ട. അടുത്ത എന്ത് വരണോ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യും, വരക്കും. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ എന്താ എഴുതുക, പർച്ചേസ് അക്കൗണ്ടിൽ പർച്ചേസ് എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ എന്ത് എഴുതണം, ക്യാഷ് എന്ന് എഴുതണം. ഏത് സൈഡിൽ എഴുതുന്നുണ്ട്, പർച്ചേസ് ഡെബിറ്റ് ആയതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റിൽ ക്യാഷ് എഴുതുക. കണ്ടോ, പർച്ചേസിൽ ഡെബിറ്റിൽ ക്യാഷ് 5,600. ശരിയല്ലേ. ഇനി ക്യാഷ് അക്കൗണ്ട് എന്താണ്, ക്രെഡിറ്റ് ആണ്. ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് ആണെന്ന് എഴുതുക, അല്ല പർച്ചേസ്. കണ്ടോ, പർച്ചേസ് എത്ര എഴുതി, 5,600. നമുക്ക് ഒന്നും കൂടി നോക്കാം. ഗോപാൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ ഗോപാൽ അക്കൗണ്ടും വരക്കണം, സെയിൽസ് അക്കൗണ്ടും വരക്കണം. ഇതിവിടെ ഗോപാൽ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്, അപ്പുറത്ത് എന്തുണ്ട്, സെയിൽസ് അക്കൗണ്ടും വരച്ചിട്ടുണ്ട്. ഗോപാൽ അക്കൗണ്ടിൽ എന്താണ് പോസ്റ്റ് ചെയ്യേണ്ടത്, സെയിൽസ് അക്കൗണ്ട് അല്ലേ. ഗോപാൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യേണ്ടത് സെയിൽസ് അക്കൗണ്ട്. ഗോപാൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ആയതുകൊണ്ട് ഇത് ഡെബിറ്റും ഇത് ക്രെഡിറ്റും ആണെന്ന് നമുക്കറിയാലോ. ഗോപാൽ അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട്
ഗോപാൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് എന്ത് എഴുതുക, സെയിൽസ് അക്കൗണ്ട് എഴുതുക. കണ്ടോ, ഗോപാൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ സെയിൽസ് 3100 എഴുതി. സെയിൽസ് അക്കൗണ്ട് എന്താണ്, ക്രെഡിറ്റ് ആണ്. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് എന്ത് എന്ന് എഴുതുക, ഗോപാൽ എന്ന് എഴുതുക. ഗോപാൽ സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഗോപാൽ 3100. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. ഓൾറെഡി വരച്ചിട്ടുള്ള ക്യാഷ് അക്കൗണ്ടൊക്കെ ഇനിയും വരികയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൽ തന്നെ റെക്കോർഡ് ചെയ്യാം. പർച്ചേസ് വീണ്ടും വരികയാണെങ്കിൽ പർച്ചേസിൽ റെക്കോർഡ് ചെയ്യാം. ഗോപാൽ വീണ്ടും വരികയാണെങ്കിൽ ഇവിടെ റെക്കോർഡ് ചെയ്യാം. ഇനി പുതുതായിട്ട് വല്ല അക്കൗണ്ടും വരണമെങ്കിൽ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, വരക്കും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പഠിച്ചത്. ഇതും നമ്മൾ ഓൾറെഡി ചെയ്യാൻ പഠിച്ചതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ട്രാൻസാക്ഷൻ കിട്ടി നമ്മൾ ജേണലാക്കും. ജേണൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലെഡ്ജർ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ കഴിയും. ഇനി നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് വരികയാണ്. ഇങ്ങനെ ലെഡ്ജറിലേക്ക് എഴുതുമ്പോൾ നമുക്ക് പല തെറ്റുകളും സംഭവിക്കാം. എന്തൊക്കെ തെറ്റുകൾ സംഭവിക്കാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ 15000 എന്ന് എഴുതുന്നുണ്ട്, പണ്ടോ ക്യാപിറ്റൽ 15000 എന്ന് എഴുതുന്നതിന് പകരം ചിലപ്പോൾ 5000 എന്ന് എഴുതാം. നമ്മൾ എഴുതിയിട്ടാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ തെറ്റുകൾ. അപ്പോൾ ഈ എമൗണ്ടുകൾ എഴുതുന്നതിൽ എന്ത് വരാം, തെറ്റുകൾ വരാം. ശരിയല്ലേ, എമൗണ്ടുകൾ എഴുതില്ലെന്ന് തെറ്റും. ഇപ്പോൾ ക്യാപിറ്റൽ ഇവിടെ 15000 എഴുതി, പക്ഷെ നമ്മളത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എഴുതുമ്പോൾ കറക്റ്റ് 15000 എഴുതുകയും ചിലപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എത്ര എഴുതിയിട്ടുണ്ടാവുള്ളൂ, 5000 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 15000 വന്നു, ഇവിടെ എന്ത് വന്നു, വേണ്ട ഇവിടെ 15000 വന്നു. ഇവിടെ തെറ്റ് പറയുകയാണ് കേട്ടോ. ഇവിടെ ചിലപ്പോൾ നമ്മൾ എത്ര എഴുതി, 5000 എഴുതി. അങ്ങനെ തെറ്റ് വന്നൂടെ. ഒരു ജേണൽ എന്ന് പറയുമ്പോൾ 2 സ്ഥലത്ത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു എമൗണ്ട് എഴുതി, മറ്റേ സ്ഥലത്ത് വേറൊരു എമൗണ്ട് എഴുതി. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും എന്താവില്ല, ഈക്വൽ ആവില്ല. ഓക്കെ, അങ്ങനെ ഒരു തെറ്റ് വരാം. അതല്ലെങ്കിൽ നമ്മളിത് ബാലൻസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ 2 സൈഡും കൂട്ടും, എന്നിട്ട് വലിയ ടോട്ടൽ 2 സൈഡിൽ എഴുതുന്നുണ്ട്. വലുതിന്ന് ചെറുത് കുറച്ചിട്ട് എവിടെയാണോ ചെറിയ ടോട്ടൽ കിട്ടിയ അവിടെ എന്ത് എഴുതും, ബാലൻസ് എഴുതും. അങ്ങനെ ഇത് ബാലൻസ് ചെയ്യുമ്പോഴും എന്ത് വരാം, തെറ്റ് സംഭവിക്കാം. ശരിയല്ലേ. ഓക്കെ, ഇനി വേറൊരു തെറ്റാണ്. ഇപ്പം നമ്മൾ ക്യാപിറ്റൽ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടതിന് പകരം ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അങ്ങനെ ഒരു തെറ്റും സംഭവിച്ചൂടെ. അപ്പോൾ ഇങ്ങനെ തരത്തിലുള്ള തെറ്റുകൾ വരാം. ഫസ്റ്റ് തെറ്റ് എന്തായത്, എമൗണ്ട് മാറി എഴുതാം, ടോട്ടൽ ചെയ്യുമ്പോൾ തെറ്റാം, ബാലൻസ് ചെയ്യുമ്പോൾ തെറ്റാം, എഴുതുന്ന കോളം മാറിയിട്ട് എഴുതാം. അതായത് ഡെബിറ്റിൽ എഴുതേണ്ടത് ചിലപ്പോൾ ക്രെഡിറ്റിൽ എഴുതാം, ക്രെഡിറ്റിൽ എഴുതേണ്ടത് എന്ത് ചെയ്യാം, ഡെബിറ്റിൽ എഴുതാം. ഈ പറഞ്ഞ തെറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ലെഡ്ജറിൽ വരുന്ന കുറേ തെറ്റുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ അരിത്മെറ്റിക്കായിട്ട് വരുന്ന തെറ്റുകളും പിന്നെ അക്കൗണ്ടിങ് റൂൾസിൽ വരുന്ന തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ആണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റുകൾ അവിടെ തിരുത്തുന്നില്ല. കാരണം ട്രയൽ ബാലൻസ് എന്തിനാണ്, ആ തെറ്റുണ്ടോ ഇല്ലേ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ ഈ ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടി റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടി വരും. അപ്പോൾ എവിടെ തെറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമ്മൾ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തതിൽ വല്ല തെറ്റുകളും വന്നിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ തരത്തിലുള്ള തെറ്റുകളെയാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ടോട്ടലായിട്ടുള്ള ട്രാൻസാക്ഷൻ മൊത്തം ഒഴിവാക്കുക, അല്ലെങ്കിൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒരേപോലെ എമൗണ്ട് തെറ്റിക്കുക, അങ്ങനെയുള്ള തെറ്റുകൾക്കൊന്നും നമ്മൾ ട്രയൽ ബാലൻസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് ട്രയൽ ബാലൻസ് വഴി ആ തെറ്റുകൾ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പം അങ്ങനെയുള്ള എറേഴ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസ് എന്താണ് എന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എന്നൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഫോക്കസ് ഏരിയയിൽ ട്രയൽ ബാലൻസിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് അതിൽ ഫസ്റ്റ് 2 തിയറികളാണ്. ഒന്ന് മീനിങ് ഓഫ് ട്രയൽ ബാലൻസും അതേപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസും. ഇവിടെ ടെക്സ്റ്റിൽ ഒരു മീനിങ് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ കറക്റ്റ് നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ. പാഠത്തിൻ്റെ പേര് എഴുതാം, ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഈ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ ട്രയൽ ബാലൻസ് മാത്രമേ പഠിക്കുള്ളൂ. അപ്പോൾ മീനിങ് ഓഫ് ട്രയൽ ബാലൻസ് ഇവിടെ ഒരു മീനിങ് പറയുന്നുണ്ട്. എ ട്രയൽ ബാലൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസസ് ഓർ total of debits and credits of all accounts in the ledger on a particular date prepared to test the arithmetical accuracy of the books kept under double entry system. Okay, അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ഈ കീപ്പ് ചെയ്യുന്ന ബുക്കുകളിൽ വല്ല അരിത്മെറ്റിക്കൽ ആക്യുറസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ മാത്രം പറഞ്ഞാൽ കൂട്ടലിലോ കുറക്കില്ലോ അങ്ങനത്തെ അരിത്മെറ്റിക്കൽ ആക്യുറസീനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസ് ആണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഒരു ബാലൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ബാലൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ
ട്രയൽ ബാലൻസിലേക്ക് ഓരോ അക്കൗണ്ടൊന്ന് എടുത്തെഴുതുക. ആ ലെഡ്ജറിൽ ഉണ്ടാവുന്ന ബാലൻസുകളെയാണ്. ചിലപ്പോൾ ഡെബിറ്റിലായിരിക്കും ബാലൻസ് ഉണ്ടാവുക, ചിലപ്പോൾ ക്രെഡിറ്റിലായിരിക്കും എന്തുണ്ടാവുക ബാലൻസ് ഉണ്ടാവുക. ഓപ്പണിംഗ് ബാലൻസ് ആണ് നോക്കുക. അപ്പോൾ ഡെബിറ്റിലാണെങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതും, ക്രെഡിറ്റിലാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ. അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു മീനിങ് മാത്രം എന്ത് ചെയ്താൽ നോക്കിയാൽ മതി. അപ്പോൾ നോക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതല്ലെങ്കിൽ ടോട്ടൽ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് ഓൾ അക്കൗണ്ട് ഇൻ ദി ലെഡ്ജർ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിലുള്ള ലെഡ്ജറിൽ ഉണ്ടാകുന്ന ഡെബിറ്റിലെയും ക്രെഡിറ്റിൻ്റെയും ടോട്ടൽ, ലെഡ്ജറിൻ്റെ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ടോട്ടലിന് നമുക്ക് എന്തെന്ന് പറയാം, ട്രയൽ ബാലൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ബാലൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് എന്ത് പറയാം, ട്രയൽ ബാലൻസ് പറയാം. എന്തിനാണത് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രിപ്പയർ ടു ടെസ്റ്റ് ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി ടെസ്റ്റ് ചെയ്യാനാണ് ട്രയൽ ബാലൻസ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, രണ്ട് മൂന്ന് പോയിന്റുകളാണ് മനസ്സിലാക്കി വെക്കണം. അതെന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസസ് ആണ്, ബാലൻസസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതല്ലെങ്കിൽ ടോട്ടൽ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്സ് ഓൾ അക്കൗണ്ട്സ് ഓഫ് ദി ലെഡ്ജറിലെ എല്ലാ അക്കൗണ്ടിൻ്റെയും ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ടോട്ടലാണെന്നറിയാം. എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? ടു ടെസ്റ്റ് ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി. അപ്പോൾ ഈ 3 പോയിന്റ് ആ മീനിങ്ങിൽ മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്. ടു അസർട്ടൈൻ ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി ലെഡ്ജർ അക്കൗണ്ട്. നമ്മൾ ലെഡ്ജറിൽ അക്കൗണ്ട്സിൽ ഉണ്ടാകുന്ന അരിത്തമെറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ അസർട്ടൈൻ ചെയ്യാൻ, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. അരിത്തമെറ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂട്ടുമ്പോഴോ അതല്ലെങ്കിൽ അത് കുറക്കുമ്പോഴോ അതല്ലെങ്കിൽ ബാലൻസ് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന തെറ്റുകൾ, അതായത് കണക്കിൽ വരുന്ന തെറ്റുകളെയാണ് ഇവിടെ അരിത്മെറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വല്ല തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കൽ ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവാണ്. അതേപോലെ ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്, വല്ല തെറ്റുകളും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ലൊക്കേറ്റ് ചെയ്യാം, എവിടെയാണ് തെറ്റ് വന്നിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ടു ഹെൽപ്പ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ഇപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ വേറൊരു ഒബ്ജക്റ്റീവ്സ് ആണ്, അത് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജേണൽ ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് ലെഡ്ജർ ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കുക. അപ്പോൾ ട്രയൽ ബാലൻസിൽ നോക്കിയിട്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കുക. ഫൈനൽ അക്കൗണ്ട്സ് നമുക്ക് അവസാനം പഠിക്കാനുള്ള 2 അക്കൗണ്ട്സുകളാണ്. ഫൈനൽ അക്കൗണ്ട്സിൽ വരിക ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും. അത് ഈ ട്രയൽ ബാലൻസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. ആയതുകൊണ്ട് ഈ ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് എന്ത് പറയാം, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനും ഈ ട്രയൽ ബാലൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലെ അതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എത്രയുള്ളൂ ഒരു ട്രയൽ ബാലൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ 2 മെത്തേഡുകളുണ്ട്. ഒന്ന് ടോട്ടൽ എമൗണ്ട്സ് മെത്തേഡും ഉണ്ട്, ബാലൻസ് മെത്തേഡും ഉണ്ട്. അതിൽ ഫോക്കസ് ഏരിയയിൽ നമുക്ക് ബാലൻസ് മെത്തേഡാണ് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ബാലൻസ് മെത്തേഡിൽ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ബാലൻസ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബാലൻസ് മെത്തേഡ് പ്രകാരം ട്രയൽ ബാലൻസ് ഉണ്ടാക്കണമെങ്കിൽ ലെഡ്ജറിലെ ബാലൻസുകളാണ് ഈ ട്രയൽ ബാലൻസിലേക്ക് എടുത്തെഴുതേണ്ടത്. നമ്മൾ അതെല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളും എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ ചില അക്കൗണ്ടിൽ ഓപ്പണിങ്ങിൽ ഡെബിറ്റിലായിരിക്കും ഓപ്പണിംഗ് ബാലൻസ് വരിക, ചില അക്കൗണ്ടുകളിൽ ക്രെഡിറ്റിലായിരിക്കും എന്ത് വരിക, ഓപ്പണിംഗ് ബാലൻസ് വരിക. അത് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ചിലതിൻ്റെ ബാലൻസ് ഡെബിറ്റ് സൈഡിൽ വരും, എന്നാൽ ചില അക്കൗണ്ടിൻ്റെ ബാലൻസ് എവിടെയാണ് വരിക, ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. ഓപ്പണിംഗ് ബാലൻസ് പറയുമ്പോൾ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ എഴുതൂലേ, ഫസ്റ്റ് ബാലൻസ് ക്യാരി ഡൗൺ ക്രെഡിറ്റിലാണെങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. അതായത് ബാലൻസ് ബ്രോഡ് ഡൗൺ നേരെ ഓപ്പോസിറ്റ് അല്ല എഴുതാറ്, മനസ്സിലാവുന്നുണ്ടോ? ബാലൻസ് ക്യാരി ഡൗൺ ക്രെഡിറ്റ് സൈഡിലാണ് വന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബാലൻസ് ബ്രോഡ് ഡൗൺ എഴുതുക. ആ ഓപ്പണിംഗ് ബാലൻസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റിലായിരിക്കും ഓപ്പണിംഗ് ബാലൻസ് വരിക, ക്യാപിറ്റലിന് ക്രെഡിറ്റിലായിരിക്കും എന്ത് വരിക, ഓപ്പണിംഗ് ബാലൻസ് വരിക. അങ്ങനെ ചില ടൈപ്സ് ഓഫ് അക്കൗണ്ട് ഡെബിറ്റിലും ചിലത് ക്രെഡിറ്റിലുമായിരിക്കും. അത് 4 ടൈപ്സ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മൾ പറഞ്ഞു വന്നത് ലെഡ്ജറിൽ ഉണ്ടാക്കുന്ന ബാലൻസുകളാണ് ഇവിടെ ട്രയൽ ബാലൻസിലേക്ക് എടുത്ത് എഴുതേണ്ടത്. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിലുള്ളത് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റിലുള്ളത് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എടുത്തെഴുതും. അപ്പോൾ ഇതാണ് ആ ഒരു ബാലൻസ് മെത്തേഡ് പ്രകാരമുള്ള ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ സൈഡിൽ നമ്മൾ അക്കൗണ്ടിൻ്റെ പേര്, ഇപ്പോൾ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺസ്. ഇതൊക്കെ എന്താണ്, നമ്മുടെ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ പേരുകളാണ്. അപ്പോൾ നമ്മൾ ഓരോ ജേണൽ എഴുതുമ്പോൾ ഓരോ ഐറ്റം എടുക്കൂലേ, അതിനൊക്കെ ഓരോ ലെഡ്ജർ അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്യുമല്ലോ. അപ്പോൾ ഓരോ ലെഡ്ജറൊക്കെ നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്നും
ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും പർച്ചേസ് അക്കൗണ്ട് എന്നും സെയിൽസ് അക്കൗണ്ടൊക്കെ പേര് കൊടുക്കലില്ലേ, ആ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ പേരുകളാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അതിൽ ചിലതിൽ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിലായിരിക്കും. അപ്പോൾ ഡെബിറ്റിൽ ഓപ്പണിംഗ് ബാലൻസ് ഉള്ളത് ഡെബിറ്റ് കോളത്തിൽ എമൗണ്ട് എഴുതുക. അപ്പോൾ ഇതിൻ്റെ കോഡുകൾ വരുന്ന അക്കൗണ്ട് കോഡ് അതൊന്നും വരക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 3 കോളങ്ങളാണ് ട്രയൽ ബാലൻസിൽ വരുന്നത്. ഓക്കെ, ആ 3 കോളങ്ങൾ വരെ ഒന്ന് നെയിം ഓഫ് ദി അക്കൗണ്ട്. ഓക്കെ, നെയിം ഓഫ് ദി അക്കൗണ്ട്, പിന്നെ ഡെബിറ്റും ക്രെഡിറ്റും. അവസാനം 2 എമൗണ്ട് കോളങ്ങളാണ് ഡെബിറ്റും ക്രെഡിറ്റും. അപ്പോൾ നെയിം ഓഫ് ദി അക്കൗണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ്. നെയിം ഓഫ് അക്കൗണ്ട് ഇവിടെ എഴുതും. ഓപ്പണിംഗ് ബാലൻസ് ഉള്ള എമൗണ്ട് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് എഴുതും. ഓപ്പണിംഗ് ബാലൻസിലുള്ള എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ക്രെഡിറ്റിൽ എന്ത് എഴുതും, എമൗണ്ട് എഴുതും. ഓക്കെ, അപ്പോൾ ഏതാണ് ഡെബിറ്റിൽ വരിക ഏതാണ് ക്രെഡിറ്റിൽ വരിക എന്ന് ഞാനൊന്ന് പറയാം. എല്ലാ അസറ്റുകളും അസറ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ്, ബാങ്ക്, ഫർണിച്ചർ, മെഷീനറി, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, അങ്ങനെ തുടങ്ങി ബിസിനസ്സിൻ്റെ എന്തൊക്കെ അസറ്റുകളുണ്ട് അതിൻ്റെയൊക്കെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതണം, താഴത്ത് എഴുതുക ഡിഫറെൻറ്റ് ബാലൻസസ് എന്ന് സൈഡിങ് കൊടുത്തിട്ട് അസറ്റ് എന്ന് എഴുതി ഒരു വരട്ടിട്ട് ഡെബിറ്റ് ബാലൻസ് എഴുതുക കേട്ടോ. എല്ലാ അസറ്റുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. താഴത്ത് ലാബിലിറ്റീസ്, അപ്പോൾ അസറ്റുകൾക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്, ലാബിലിറ്റീസിന് എന്താ വരിക, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ലാബിലിറ്റീസിനും എന്തായിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ ലാബിലിറ്റീസിൽ വരിക, ക്യാപിറ്റൽ, ബിൽസ് പേയബിൾ, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ലോണ്, അങ്ങനെ എന്തൊക്കെ ബിസിനസ്സിന് ബാധ്യത ഉണ്ടോ അതൊക്കെ എവിടെ വരും, ലാബിലിറ്റീസ്. ആ ലാബിലിറ്റീസ് ഇതിലുണ്ടായിരുന്ന എമൗണ്ട് എവിടെയായിരിക്കും, ക്രെഡിറ്റ് സൈഡിലാക്കും വരും. ഓക്കെ, പിന്നെ അടുത്ത 3-ാമത്തെയാണ് എക്സ്പെൻസുകൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് വരിക. അങ്ങനെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും എല്ലാ എക്സ്പെൻസുകളും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ എക്സ്പെൻസ് ഉണ്ട്, റെൻറ്റ് പെയ്ഡ് മാർക്ക് ചെയ്ത് കണ്ടില്ലേ, ബാലൻസ് ഇവിടെയാണ് വരിക. റെൻറ്റ് പെയ്ഡ് എന്താണ്, എക്സ്പെൻസ് ആണ്. അപ്പോൾ എല്ലാ എക്സ്പെൻസുകളും ബാലൻസ് എമൗണ്ട് എവിടെ വരിക, ഡെബിറ്റിലാണ് കേട്ടോ. അപ്പോൾ എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ്, അതുകൊണ്ടാണ് ഈ ഡെബിറ്റിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ഓരോ ഐറ്റവും അതിൻ്റെ എമൗണ്ട് എവിടെയാണ് എഴുതേണ്ടത് എന്നുമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഓരോ ഐറ്റം നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അതിനെ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞു എല്ലാ അസറ്റുകളും എവിടെ വരിക, എമൗണ്ട് ഡെബിറ്റിലാണ് വരിക. എല്ലാ ലാബിലിറ്റികളുടെ എമൗണ്ട് എവിടെ വരിക, ക്രെഡിറ്റിലാണ് വരിക. എല്ലാ എക്സ്പെൻസുകളുടെ എമൗണ്ട് എവിടെ വരിക, ഡെബിറ്റിലാണ് വരിക. ഓക്കെ, അടുത്ത 4-ാമത്തെ പോയിൻ്റാണ് എന്ത് ചെയ്താൽ ഇൻകംസ്, വരുമാനങ്ങൾ എവിടെയായിരിക്കും, ക്രെഡിറ്റിലായിരിക്കും. അപ്പോൾ ഇതിലൊരു വരുമാനം നോക്കുകയാണെങ്കിൽ സെയിൽസ് നമുക്ക് കിട്ടുന്ന വരുമാനമാണ്. സെയിൽസിൻ്റെ മാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ക്രെഡിറ്റ് ആണ്. അപ്പോൾ സെയിൽസ് എപ്പോഴും എവിടെയാണ് വരിക, ക്രെഡിറ്റിലാണ് വരിക. ഓക്കെ, ഈ 4 കാറ്റഗറിയിലുള്ള ഐറ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം. ഓൾ അസറ്റ്സ് ഡെബിറ്റിൽ ബാലൻസ് ആണ് വരിക. ഓൾ ലാബിലിറ്റീസ് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക. എല്ലാ എക്സ്പെൻസുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആണ് വരിക. അതായത് ഡെബിറ്റിൻ്റെ കോളത്തിലാണ് എമൗണ്ട്. അതായത് എല്ലാ ഇൻകംസിനും ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രയൽ ബാലൻസ് എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ ക്വസ്റ്റ്യനിൽ ഒരിക്കലും ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ചോദ്യം ചോദിക്കാറില്ല. നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു ജേണൽ എഴുതാനോ അതല്ലെങ്കിൽ ഒരു ലെഡ്ജർ എഴുതാനോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസ് തന്നിട്ട് അതിനെ നിന്ന് ബാലൻസ് ഷീറ്റും അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുകയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. പിന്നെ ഈ ട്രയൽ ബാലൻസിൻ്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ എമൗണ്ടുകൾ എഴുതേണ്ടത് പഠിപ്പിച്ചു തന്നില്ലേ, അത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ തരൽ. അതായത് എപ്പോഴും നമ്മൾ എമൗണ്ടുകൾ എഴുതിയിട്ട് ഈ ഡെബിറ്റും ക്രെഡിറ്റും കൂട്ടിയാൽ എന്താവണം, ഈക്വൽ ആവണം. ഓക്കെ, ഡെബിറ്റിൽ നമ്മൾ കുറേ എമൗണ്ട് എഴുതും, ക്രെഡിറ്റിൽ എമൗണ്ട് എഴുതും. അങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവണം. ഈക്വൽ ആയാൽ നമ്മൾ ചെയ്ത ലെഡ്ജറുകൾ ശരിയായി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈക്വൽ ആകാതെ വരുമ്പോഴാണ് നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുക, നമുക്ക് മനസ്സിലാവുക. അങ്ങനെയാണ് ഈ ട്രയൽ ബാലൻസ് വെച്ചിട്ട് നമ്മൾ ലെഡ്ജറിൽ വല്ല തെറ്റുകളും വന്നിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുക, നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഡ്ജറിൽ വരുന്ന ബാലൻസുകൾ ഇവിടെ എഴുതും. അതിൽ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിലാണെങ്കിൽ ഡെബിറ്റിൽ എമൗണ്ട് എഴുതും. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റിലാണെങ്കിൽ ക്രെഡിറ്റിൽ എമൗണ്ട് എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ചെയ്ത് നോക്കും. ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ ഇത് എന്താവണം, ടാലി ആവണം, ഈക്വൽ ആവണം. ഇത് ഈക്വൽ അല്ല എങ്കിൽ നമ്മൾ ലെഡ്ജറിൽ എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തി എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. എപ്പോഴും ട്രയൽ ബാലൻസ് എന്താവണം, ടാലി ആവണം, ഈക്വൽ ആവണം. ഓക്കെ, ഈക്വൽ ആവുന്നതിനെയാണ് ടാലി ആവുക എന്ന് പറയുക കേട്ടോ. അപ്പോൾ അത് എന്തോ ഒരു കാരണം കൊണ്ട് ഈക്വൽ ആയിട്ടില്ല എങ്കിൽ ലെഡ്ജറിൽ എന്തോ ഒരു തെറ്റ് വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇത് ഈക്വൽ അല്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, തെറ്റ് വന്നു എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക.
ഓക്കെ, അപ്പോഴാണ് എറർ സംഭവിച്ചിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുന്നത് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരിക്കലും ഇത്ര വലിയൊരു ചോദ്യം എക്സാം ചോദിക്കില്ല. കാരണം ജേണൽ എഴുതി എന്ന് ലെഡ്ജർ എഴുതി ലെഡ്ജറിന് ട്രയൽ ബാലൻസ് ഉണ്ടാക്കാനൊന്നും ചോദിക്കാറില്ല. പക്ഷേ ഈ ട്രയൽ ബാലൻസിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്ന ചോദ്യം ഈ കുറേ ഐറ്റംസ് വരും, പക്ഷേ അവർ ഡെബിറ്റിൽ എഴുതേണ്ടത് ക്രെഡിറ്റിലോ എഴുതേണ്ടത് ഡെബിറ്റിലോ ആക്കിയിട്ട് ഇവിടെ ടാലി അല്ല പറയും. എന്നിട്ട് നിങ്ങളോട് കറക്റ്റ് ട്രയൽ ബാലൻസ് എന്ത് ചെയ്യാൻ പറയും, പ്രിപ്പയർ ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ചോദ്യമാണ് ഇതിന്ന് ചോദിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് അറിയണം, ഇപ്പോൾ ക്യാഷ് ഐറ്റം എവിടെയാണ് എമൗണ്ട് എഴുതേണ്ടത്, ബാങ്കിൻ്റെ ഐറ്റത്തിന് എവിടെയാണ് എമൗണ്ട് എഴുതേണ്ടത്, ഡെപ്റ്റേഴ്സിൻ്റെ ഐറ്റത്തിന് എവിടെയാണ് എമൗണ്ട് എഴുതേണ്ടത്, ക്രെഡിറ്റേഴ്സിൻ്റെ ഐറ്റത്തിന് എവിടെയാണ് എമൗണ്ട് എഴുതേണ്ടത്, സെയിൽസിൻ്റെ ഐറ്റത്തിന് എവിടെയാണ് എമൗണ്ട് എഴുതുന്നത്, സെയിൽസ് എവിടെയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സെയിൽസ് റിട്ടേൺ വരിക കേട്ടോ. സെയിൽസ് ഇൻകാണ് ആയതുകൊണ്ട് ക്രെഡിറ്റിലാണ്, അപ്പോൾ സെയിൽസ് റിട്ടേൺ ഡെബിറ്റിലായിരിക്കും. പർച്ചേസ് എക്സ്പെൻസ് ആണ് ആയതുകൊണ്ട് ഡെബിറ്റിലാണ് എമൗണ്ട് വരിക, പർച്ചേസ് റിട്ടേൺ ഓപ്പോസിറ്റ് ക്രെഡിറ്റ്. ഓക്കെ, അപ്പോൾ അതിനെ കറക്റ്റാക്കി എഴുതി നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ടോട്ടൽ ചെയ്ത് നമുക്ക് എന്താവും, ടാലി ആവും. അപ്പം അങ്ങനെയുള്ള ചോദ്യമാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. ഓക്കെ, അല്ലാതെ ഒരു ലെഡ്ജർ തന്നിട്ട് അതിന് ട്രയൽ ബാലൻസ് ഉണ്ടാക്കാൻ ചോദിക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസും ഏതാണ് ഡെബിറ്റിൽ വരിക ഏതാണ് ക്രെഡിറ്റിൽ വരിക എന്ന് നന്നായിട്ട് നമുക്കറിയണം. അപ്പോൾ നമ്മൾ പഠിക്കുകയും ചെയ്തു. എല്ലാ അസറ്റുകളാണ് ഡെബിറ്റിൽ വരിക, ലാബിലിറ്റീസ് ക്രെഡിറ്റിൽ, പിന്നെ എക്സ്പെൻസസ് ഡെബിറ്റിലും ഇൻകംസ് ക്രെഡിറ്റ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ് അസറ്റ്, ഏതാണ് ലാബിലിറ്റി, ഏതാണ് എക്സ്പെൻസ്, ഏതാണ് ഇൻകം എന്ന് എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ മീനിങ് പഠിച്ചു, ഒബ്ജക്റ്റീവ്സ് പഠിച്ചു, ബാലൻസ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക എന്നും പറഞ്ഞു. ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റിൽ 3 കോളംസ് ആണ് വരുന്നത്. നെയിം ഓഫ് ദി അക്കൗണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ്. നെയിം ഓഫ് ദി അക്കൗണ്ട് പറയുമ്പോൾ ലെഡ്ജറിൻ്റെ പേരുകളാണ് ഇവിടെ നെയിം ഓഫ് അക്കൗണ്ട് ആയിട്ട് വരിക. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിലാണെങ്കിൽ ഡെബിറ്റിലെ എമൗണ്ട് എഴുതും, ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റിലാണെങ്കിൽ ക്രെഡിറ്റിലെ എമൗണ്ട് എഴുതും. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ എന്താവണം, ടാലി ആവണം, ഈക്വൽ ആവണം. അത് ഈക്വൽ ആയാൽ നമ്മൾ ചെയ്ത എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സും ശരിയാണ് എന്ത് ചെയ്യുക, മനസ്സിലാക്കാം. അതല്ല ഇത് രണ്ടും ഈക്വൽ ആയിട്ടില്ല എങ്കിൽ എവിടെയോ തെറ്റ് വന്നിട്ടുണ്ട് എന്ത് ചെയ്യുക, നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഓരോ ഐറ്റംസ് ഏത് ഐറ്റമാണ് ഡെബിറ്റിൽ വരിക, ഏത് ഐറ്റമാണ് ക്രെഡിറ്റിൽ എഴുതേണ്ടത് എന്നാണ് ഇതിൽ നന്നായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ വരുന്ന ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് പഠിക്കണം. അപ്പോൾ ടെക്സ്റ്റിലേക്ക് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത് നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കേണ്ടത് പാഠത്തിൻ്റെ പേര് എഴുതാൻ നേരത്തെ പറഞ്ഞു, പിന്നെ എന്താണ് അതിൻ്റെ മീനിങ് അത് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് എഴുതിയെടുക്കുക. പിന്നെ ഈ ഒരു ഫോർമാറ്റ് ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, അതൊന്ന് പൗസ് ചെയ്തിട്ട് ഈ ഒരു ഫോർമാറ്റ് നോട്ട് ബുക്കിലേക്ക് എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. പറ്റുമെങ്കിൽ ഇതിൽ ഓരോ ഐറ്റവും ഡെബിറ്റിൽ ഏതാണ് ക്രെഡിറ്റിൽ ഏതാണ് എന്ന് തന്നെ പഠിച്ച് വെച്ചാൽ നന്നായിരിക്കും. ഓക്കെ, ഇത് അതിൻ്റെ ഒരു ബേസാണ്. നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അത് ഈ ട്രയൽ ബാലൻസ് നോക്കിയിട്ടാണ് നമ്മൾ ആ 2 ഫൈനൽ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാവണം. നന്നായിട്ട് മനസ്സിലാവുക എന്നാൽ ഒരു കാര്യമേ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ, ഏത് ഐറ്റം ഡെബിറ്റിൽ വരുന്നു ഏത് ഐറ്റം ക്രെഡിറ്റിൽ വരുന്നു എന്നാണ് കറക്റ്റായിട്ട് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.